ഇപ്രാവശ്യം നോക്കി നോക്ക്, ഈ തുണി കൊണ്ടിട്ടാണോ വരിക? ഒരു പാക്കറ്റ് മുട്ടായി പോലും ഇക്കാക്ക് മേടിച്ചു വെക്കാൻ പറ്റിയില്ല. അതെ, എല്ലാ പ്രാവശ്യം വരുമ്പോഴും കുറെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോ നിന്റെ കുടുംബക്കാർക്ക് കൊടുക്കാണ്ടല്ലേ നിനക്ക് പരാതി. ഇപ്രാവശ്യം ആർക്കും കൊടുക്കണ്ട, അതന്നെ ആർക്കും കൊണ്ടുവരാഞ്ഞത്. കൊടുക്കുമെന്ന് അറിയില്ല. എനിക്കും കുറെ ഇക്കന്മാരും മാമന്മാരും എല്ലാവരും ഉള്ളത് തന്നെ. അവരും വരും ഗൾഫിൽ നിന്നൊക്കെ. എന്തോരം സാധനങ്ങൾ ഞങ്ങളുടെ പേരിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ, എന്തോരം സാധനങ്ങൾ നിങ്ങളുടെ പേരിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവരുന്ന സാധനം വീണ്ടും കൊടുത്തയക്കാൻ നിൽക്കണത്? അപ്പൊ അത് അഹങ്കാരമല്ലേ? അങ്ങനെ കൊടുക്കാൻ നിൽക്കണ്ട. ഇപ്രാവശ്യം ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. അഹങ്കാരം ഒന്നുമില്ല. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ 4 പുറം കൊടുക്കാനെങ്കിലും വേണ്ടേ? ഒരു മുട്ടായി കഷ്ണം പോലും ഇല്ലാണ്ടാണ് ഈ പെട്ടി. എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുക. ഞാൻ ഭയങ്കരമായ അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ഓ പിന്നെ അല്ലെങ്കിലും മനുഷ്യന്മാർക്ക് നാണം കെടുത്താനുള്ള അവസ്ഥകളാണല്ലോ ഇപ്പൊ നിങ്ങൾക്കുള്ളത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങള് എന്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുന്ന കാര്യന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. എന്തോരം കാര്യങ്ങളുണ്ട്, അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഇങ്ങോട്ടുള്ള വരവ്. എന്താ അതിന് മാത്രമുള്ള ബുദ്ധിമുട്ട് അവിടെ? നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാലിക്കുട്ടി. ഞാൻ